ഹായ് നമസ്കാരം. ഇന്ന് തുടക്കക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് തരത്തിലുള്ള ഉപകാരങ്ങളുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. ഒന്ന്, ഡയറക്റ്റായിട്ട് കളർ മിക്സ് ചെയ്യാൻ കഴിയും. അതായത് കൂടുതൽ കളറുകൾ മിക്സ് ചെയ്തല്ല ഉപയോഗിക്കുന്നത്, ഡയറക്റ്റായിട്ട് പേപ്പറിൽ കളറുകൾ ചേർത്ത് അവിടെ വെച്ചുണ്ടാകുന്ന റിസൾട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ബ്രഷുകൾ ഉപയോഗിക്കാൻ രണ്ട് ബ്രഷുകൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് എങ്ങനെ നന്നായി ഉപയോഗിക്കാം, അതെങ്ങനെ സ്പീഡ് കൂട്ടാം, അത് വർക്ക് ചെയ്യുമ്പോഴുള്ള ഫ്ലോ എങ്ങനെ കൂട്ടാം തുടങ്ങിയ 2-3 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കിതിൽ ഏറ്റവും ഉപകാരപ്പെടുക കളർ ഉപയോഗിക്കുന്ന രീതിയാണ്. കാരണം ഇത് മിക്സ് ചെയ്ത് പുതിയൊരു നിറം ഉണ്ടാക്കിയല്ല, ഡയറക്റ്റ് കളർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ കാണാൻ ശ്രമിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു. ആദ്യം യെല്ലോ ഓക്കർ എടുത്ത് നമുക്ക് തുടങ്ങാം. ഡയറക്റ്റ് യെല്ലോ ഓക്കറാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് കളറുകളാണ്. അതിനുശേഷം ഓറഞ്ച് എടുത്തു, അതിനടുത്ത് തന്നെ ചേർത്തു. അതിനുശേഷം കുറച്ച് സ്കാർലെറ്റ് അതിൽ മിക്സ് ചെയ്തു. അത് പാലറ്റിലെല്ലാം മിക്സ് ചെയ്യുന്നത് പേപ്പറിലാണ്. വീണ്ടും ഗാംബോജ് എടുത്ത് സ്കാർലെറ്റിനടുത്ത് തന്നെ വയ്ക്കുന്നു. എന്നാൽ പേപ്പറിൽ വെച്ചത് മിക്സ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അല്പം ഓറഞ്ച് കൂടി ചേർക്കുന്നു. വൈബ്രൻ്റായ നിറങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണിത്. അതിനുശേഷം ലെമൺ യെല്ലോയും സാപ്പ് ഗ്രീൻ അല്പം മിക്സ് ചെയ്തെടുത്ത നിറം ഉപയോഗിക്കുന്നു. ഒപ്പം അല്പം ഗാംബോജ് ഉപയോഗിക്കുന്നു. താഴേക്ക് കൂടുതൽ സാപ്പ് ഗ്രീൻ ഉപയോഗിക്കുന്നു. ആദ്യം വാഷ് ചെയ്തതിന് മുകളിൽ നിന്നാണ്, അതായത് ആദ്യം വാഷ് ചെയ്തതിൻ്റെ ഏറ്റവും കൂടുതൽ മുകളിൽ നിന്നല്ല, കുറച്ച് മുകളിൽ നിന്ന് അതിനോട് ചേർന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഓറഞ്ചാണ്. സാപ്പ് ഗ്രീൻ്റെ കുറച്ച് കളർ കൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. സാപ്പ് ഗ്രീനും ലെമൺ യെല്ലോയും ചേർത്ത നിറങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ഡയറക്റ്റ് വയലറ്റ് ഉപയോഗിക്കുന്നു. വയലറ്റ് എന്ന് പറയുമ്പോൾ ക്രിംസൺ റെഡും പ്രഷ്യൻ ബ്ലൂവും ഉപയോഗിച്ചുണ്ടായ വയലറ്റാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം സ്കാർലെറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു കളറിൽ നിന്ന് മറ്റു കളറിലേക്കുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇത് ബ്രഷ് സ്ട്രോക്കുകൾ വെച്ച് ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ മൾട്ടി കളറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ ഗ്രേഡിൻ്റെ ആയ ഒരു വാഷല്ല, പല നിറങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്രഷ് വർക്ക്. ഇവിടെ ഞാൻ രണ്ടാമത്തെ ബ്രഷ് ഉപയോഗിക്കുകയാണ്. ആദ്യം ഉപയോഗിച്ചത് ഫ്ലാറ്റ് ബ്രഷ് ആയിരുന്നു. ഇത് റിഗർ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ലൈനുകളിട്ട് പരിശീലിക്കുകയാണ്. തുടക്കക്കാർക്ക് ഇങ്ങനെ പരിശീലിക്കുന്നത് നല്ലതാണ്. നമ്മളുടെ ബ്രഷിൻ്റെ കയ്യിലുള്ള ഒഴുക്കും ആ ഫ്ലുവൻസി ഉണ്ടാവാൻ വേണ്ടി നമുക്കിങ്ങനെ ചെയ്യാം. ബ്രഷ് അല്പം നീട്ടിപ്പിടിച്ച് അതിൻ്റെ അഗ്രം കൊണ്ട് ജസ്റ്റ് ലൈനുകൾ ഇടുകയാണ്. അതിനുശേഷം ഫ്ലാറ്റ് ബ്രഷ് എടുത്ത് വീണ്ടും വയലറ്റും സാപ്പ് ഗ്രീനും എല്ലാമുള്ള നിറങ്ങളിൽ മിക്സ് ചെയ്യുകയും സ്കാർലെറ്റ് വരുന്ന നിറങ്ങളിൽ മിക്സ് ചെയ്യുകയും ഇതുപോലെ പാച്ചസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു പാച്ചും ഞാൻ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്കെച്ച് ചെയ്തിട്ടോ ഒന്നുമല്ല, എനിക്ക് അപ്പോഴപ്പോൾ മനസ്സിൽ വരുന്ന നിറങ്ങളെടുത്ത് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പേപ്പറിൽ കളർ മിക്സ് ചെയ്തുണ്ടാകുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. റിഗർ ബ്രഷ് കൊണ്ട് ലൈനുകളിട്ട് ഇതുപോലെ കാണിക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ എഡ്ജ് ഇതുപോലെ കാണിക്കുകയും ഒപ്പം തന്നെ ബ്രഷ് കൊണ്ടുള്ള ആ ഒരു ഫ്ലോ നമ്മളുടെ കയ്യിനുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചില ഡോട്ടുകളും ലൈനുകളിലും ഇട്ട് ഇതിനെ അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനുശേഷം മുകളിൽ നിന്ന് ക്രിംസൺ റെഡ് ഉപയോഗിച്ച് ആദ്യം നമ്മൾ വാഷ് ചെയ്ത യെല്ലോ ഓക്കറിൽ തൊടിച്ച് തന്നെ ചെയ്യുകയാണ്. താഴേക്ക് അല്പം ഓറഞ്ചും യെല്ലോ ഓക്കറും മിക്സ് ചെയ്ത ഒരു നിറം ഉപയോഗിക്കുകയാണ്. മിക്സ് ചെയ്തല്ല, ഡയറക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ആ ഒരു പിങ്ക് ഉപയോഗിച്ച നിറത്തിന് ഒപ്പം തന്നെ ഡയറക്റ്റ് പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കുന്നു. യെല്ലോ ഓക്കറിൽ പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കുമ്പോൾ അതൊരു ഗ്രീനായി മാറി താഴേക്ക് ഒഴുകി വരുന്നത് കാണാം. എഡ്ജെല്ലാം അല്പം പരുക്കനാക്കുന്നു. ഇവിടെ ഞാൻ ഒരു മരമാണ് സ്കെച്ച് ചെയ്തിരുന്നത്. ആ മരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഫിൽ ചെയ്തിട്ടുണ്ട്, എന്നാൽ ചില ഭാഗങ്ങളിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കിയ ഭാഗങ്ങളിൽ നമുക്ക് ഹൈലൈറ്റ് എല്ലാം വരുത്തി ഭംഗിയാക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വീണ്ടും റിഗർ ബ്രഷ് എടുത്ത് ലൈനുകളെല്ലാം വരച്ച് ചേർക്കുന്നു. കൂടുതലുള്ള വെള്ളമെല്ലാം ഒപ്പിയെടുക്കുന്നു. അതിനുശേഷം ഹോഗ് ബ്രഷ് എടുത്ത്, ഹോഗ് ബ്രഷ് എന്ന് പറഞ്ഞാൽ പരുക്കൻ ബ്രഷാണ്, അക്രിലിക്കിനെല്ലാം ഉപയോഗിക്കുന്ന പരുക്കൻ ബ്രഷാണ്. അതെടുത്ത് അല്പം വെള്ളവും നിറങ്ങളും സ്പ്രേ ചെയ്യുന്നുണ്ട്. ചില ഭാഗങ്ങൾ പരത്തിയെടുക്കുന്നുമുണ്ട്. അതിനുശേഷം റിഗർ ബ്രഷ് തന്നെ എടുത്ത് ഡോട്ടുകൾ ഉപയോഗിക്കുകയാണ്. ഇത് റിഗർ ബ്രഷിൻ്റെ സെയിം വലിപ്പവുമുള്ള ബ്രഷാണെങ്കിൽ ഞാൻ വേറെ ഒരു ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഉപയോഗിച്ച അതേ റിഗർ ബ്രഷ് തന്നെയാണ്, പക്ഷേ വേറെ കമ്പനിയുടെ ആണെന്ന് മാത്രം. ഇവിടെ
ബ്ലൂവിൽ നിന്ന് തുടങ്ങി, അതായത് ആദ്യം നമ്മൾ ഗ്യാപ്പ് ഇട്ട ഭാഗത്തെ എന്നാൽ അതിന് മുകളിലേക്ക് കയറി നിൽക്കുന്ന ഓറഞ്ച്, വയലറ്റ് തുടങ്ങിയ നിറങ്ങൾക്ക് മുകളിലൂടെ വാഷ് ചെയ്യാതെ അതിനെ കട്ട് ചെയ്ത് നിർത്തി ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മരത്തിന് മുകളിലേക്ക് തടിയുടെ മുകളിലേക്ക് ഇലകൾ കയറി നിൽക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും. കൂടാതെ വെളിച്ചം വരുന്നതിന് ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ഈ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം മരത്തിന് മുകളിലേക്ക് ഇലകൾ കയറി നിൽക്കുന്നത് അവിടെ നിർത്തി ബാക്കി ഭാഗമാണ് ഇതുപോലെ ചെയ്യുന്നത്. ലൈനുകളെല്ലാം ഇട്ട് പരുക്കനാക്കുന്നു. ചില കൊമ്പുകളെല്ലാം പുറത്തേക്ക് നീട്ടി വരയ്ക്കുന്നു. ഒപ്പം തന്നെ താഴെ നിന്ന് മുളച്ച് മുകളിലേക്ക് പോകുന്ന മറ്റു ചെടികളുടെ ശിഖരങ്ങളും അവിടെ വരയ്ക്കുന്നുണ്ട്. ബ്രഷ് വർക്ക് തന്നെയാണ് ഇവിടെ പ്രധാനം. ഇവിടെ ഡീറ്റെയിലിംഗ് അല്ല, ബ്രഷ് വർക്ക് കൊണ്ട് ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ വാഷ് ചെയ്ത മൾട്ടി കളർ ഗ്രേഡിയന്റിന് മുകളിലൂടെ നമ്മൾ കൊമ്പുകൾ വരച്ചു ചേർക്കുകയാണ്. അപ്പുറത്തുള്ള വീണ്ടും ഒരു ചെടി കൂടി വരച്ച് ചേർക്കുന്നു. ഇത് ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ മിക്സ് ചെയ്യുന്ന അതേ വയലറ്റ് ആണ്. എന്നാൽ ഇത് രണ്ടാമത്തെ ലെയറിലേക്ക് വരുമ്പോൾ ഡാർക്കായിരിക്കുന്നു. ട്രിഗർ ബ്രഷ് കൊണ്ട് കൊമ്പുകളെല്ലാം വരച്ചു. ആ വയലറ്റ് തന്നെ വെള്ളം കുറച്ചെടുത്ത് വീണ്ടും ചെയ്യുകയാണ്. മരത്തിൻ്റെ തടിയുടെ റഫ്നെസ് നിർത്താൻ വേണ്ടി അതിലൽപ്പം റെഡ് കൂടി ചേർത്തു. അപ്പോൾ വയലറ്റിൽ റെഡ് മിക്സ് ചെയ്ത ഒരു ലൈറ്റിംഗ് എഫക്റ്റ് അവിടെ ഉണ്ടാവും. വീണ്ടും അതിൻ്റെ അഗ്രഭാഗം ഇത് റിഗർ ബ്രഷ് കൊണ്ട് ഇതുപോലെ ചേർക്കുന്നു. അവിടെ വിട്ടുപോയ ഹൈലൈറ്റ്, അതായത് വെളിച്ചം വരുന്നതിന് എതിർവശത്തുള്ള ഹൈലൈറ്റ് നമുക്ക് ആവശ്യമില്ല, അത് ക്ലിയറായി ഫിൽ ചെയ്തെടുക്കുന്നു. വയലറ്റാണ് ഉപയോഗിച്ചത്. മരത്തിൻ്റെ തടിയുടെ ആ പരുക്കൻ ഭാഗത്തിന് വേണ്ടി ക്രോസായും ചില ലൈനുകൾ ചേർക്കുന്നുണ്ട്. വീണ്ടും ലൈനുകൾ ഉപയോഗിക്കുന്നത് വയലറ്റ് കൊണ്ട് തന്നെയാണ്. റിഗർ ബ്രഷ് അല്പം നീട്ടിപ്പിടിച്ച് ആണ് ഇത് ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡായി ചെയ്യാൻ കഴിയും. അല്പം യെല്ലോ ഓക്കർ അല്ലെങ്കിൽ ബേൺസിന നിറങ്ങളെടുത്ത് നമുക്ക് വീണ്ടും ആദ്യം ചെയ്ത ആ കളറുകൾക്ക് മുകളിലൂടെ ഇതുപോലെ മരങ്ങൾ വരയ്ക്കാം. അതായത് ബേൺസിന എടുക്കാൻ കാരണം അത് ലൈറ്റായ ഒരു നിറമാണ്. ബ്ലൂ പോലെയോ അല്ലെങ്കിൽ വയലറ്റ് പോലെയോ ഡാർക്ക് അല്ല എന്നുള്ളത് കൊണ്ടാണ്. ജസ്റ്റ് അവിടെ ഇവിടെ ഇതുപോലെ കൊമ്പുകൾ വരച്ചു ചേർക്കുകയാണ്. അല്പം സാപ്പ് ഗ്രീൻ എടുത്ത് ഗ്രീനിൻ്റെ ഭാഗത്ത് ഗ്രീൻ നിറത്തിലുള്ള കൊമ്പുകൾ തന്നെ വരയ്ക്കുന്നു. ചില ഡോട്ടുകളെല്ലാം വീണ്ടും വീണ്ടും ചേർക്കുന്നുണ്ട്. ലെമൺ യെല്ലോയും സാപ്പ് ഗ്രീനും മിക്സ് ചെയ്ത നിറങ്ങൾ കൊണ്ട് തന്നെയാണ് ആ ഡോട്ടുകൾ ഉണ്ടാക്കുന്നത്. അവിടെയെല്ലാം പ്ലെയിൻ വാഷ് ആവാതിരിക്കാൻ റഫാക്കി ചെയ്യാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. വയലറ്റ് കൊണ്ട് വീണ്ടും ചില ഡോട്ടുകളെല്ലാം ഇട്ട് അതിനെ റഫാക്കുന്നു. ബേൺസീനെ എടുത്ത് കട്ടിയിലെടുത്ത് ഇതുപോലെ കൊമ്പുകൾ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇലകളും വരയ്ക്കുന്നു. സ്കാർലറ്റും അതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡയറക്റ്റ് സ്കാർലറ്റ് എടുത്ത് ഞാൻ കൊമ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ വരച്ച് ചേർക്കുന്നു. ഒപ്പം തന്നെ വയലറ്റ് ഡാർക്കായി എടുത്ത് വെളിച്ചം വരുന്നതിൻ്റെ എതിർവശത്ത് ഡാർക്കായി ഇലകൾ ചേർക്കുന്നു. അല്പം ലെമൺ യെല്ലോ അല്ലെങ്കിൽ സാപ്പ് ഗ്രീൻ തുടങ്ങിയ നിറങ്ങൾ ഇവിടെ ചേർക്കുന്നു. അല്പം ഗ്രീൻ കൊണ്ട് പുല്ലുകളെല്ലാം വരയ്ക്കുന്നു. അല്പം യെല്ലോ കൂടി അതിൽ വരച്ച് ചേർക്കുന്നുണ്ട്. ഒപ്പം ഗ്രീനും ഉപയോഗിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ആദ്യം ഞാൻ ചേർത്ത വയലറ്റിന് മുകളിൽ കട്ടിയായി ലെമൺ യെല്ലോ വയ്ക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലായി സ്പ്രെഡ് ചെയ്തു വരുന്നത് നിങ്ങൾക്ക് കാണാം. ക്രിംസൺ റെഡ് കൊണ്ട് കട്ടിയിലെടുത്ത് ഇലകൾ വരച്ച് ചേർക്കുന്നു. വയലറ്റ് കൊണ്ടും ഇലകൾ വരയ്ക്കുന്നുണ്ട്. ബേൺസീന ഉപയോഗിച്ചും യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഭാഗത്ത് ബേൺസീനയും എന്നാൽ വയലറ്റ് വരുന്ന ഭാഗത്ത് വയലറ്റിൻ്റെ കട്ടിയിലുള്ള രൂപവും ഉപയോഗിക്കുന്നു. താഴ്ഭാഗത്തേക്ക് ബ്ലൂ വരുന്ന ഭാഗത്ത് ബ്ലൂ തന്നെ ഡാർക്കായി കൂട്ടി വെള്ളം കുറച്ച് ഉപയോഗിക്കുകയാണ്. റിഗർ ബ്രഷ് കൊണ്ട് ഇതുപോലെ ലൈനുകൾ വരച്ച് റഫാക്കുന്നു.
ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾ കാണുകയും അതോടൊപ്പം ഇതുപോലെ വേറെ നിറങ്ങൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുകയും വേണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.